ഇന്ത്യയിലെ കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ബില്യൺസാണ് സൈബർ സ്പേസിൽ ഒഴുകുന്നത്. ഈ പ്രതിച്ഛായ നിർമ്മിതിക്കും ഡാറ്റാ സയൻസ് അത്രത്തോളം. അപ്പം നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ ഇപ്പോൾ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യുന്നത് ഡാറ്റാ സയൻസാണ്. സൈബർ സ്പേസിലുണ്ടാകുന്ന ഇടപെടലാണ്, അൽഗോരിതം കൺട്രോളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പുണ്യാളനാക്കാം, ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് പിശാചാക്കാം, നശിപ്പിക്കാം, നിർമ്മിക്കാം, അവതർമ്മിക്കാം. ഇതൊക്കെയാണല്ലോ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഓരോ രാഷ്ട്രീയക്കാരനും അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നമാണ്. അയാൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഇനി ഞാനിരുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നിങ്ങൾക്കൊരു ശുദ്ധ സ്ഥലമില്ല. എല്ലാ സ്ഥലവും ഇത് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനോടൊത്ത് നിങ്ങൾ ആ ഡ്രിഫ്റ്റിനൊത്ത് നിങ്ങൾ പോയേ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഗുണദോഷങ്ങളുണ്ട്, നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ഡെമോക്രസിയുടെ വേറൊരു ഫേസായിട്ട് അതിനെ കാണണം, ജനാധിപത്യത്തിൻ്റെ വളർച്ചയുടെ വേറൊരു തലമായിട്ട് അതിനെ കാണേണ്ടി വരും. സാർ ഇപ്പോഴും ഒരു ഇടതുപക്ഷ സഹയാത്രികനാണോ? തീർച്ചയായിട്ടും. ഞാൻ വായന തുടങ്ങിയ കാലം മുതൽ എനിക്കുള്ള ഇടതുപക്ഷം സമം CPM എന്നില്ല കേട്ടോ.